പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 2 ആയ സെൽ ക്ലസ്റ്ററാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഓർഗൻസ് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഹാർട്ട്. അതുപോലെ ഏതൊക്കെ ഓർഗൻസ് ആണ് നമ്മളെ ഹ്യൂമൻ ബോഡിയിലുള്ളത്? കിഡ്നി, ലിവർ, സ്റ്റൊമക്ക്, ലങ്സ്, ബ്രെയിൻ, ഇൻറ്റസ്റ്റൈൻ. ഇത്രയും ഓർഗൻസ് ചേർന്നതാണ് നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഹാർട്ടാണെന്ത്? നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷന് നല്ല രീതിയിൽ നടക്കാൻ കാരണം. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസൊക്കെ എത്തിക്കുന്നത് ഈ ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ്. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റേജൊക്കെ പുറത്തേക്ക് പുറന്തള്ളുന്നത് ഈ ഒരു ഹാർട്ടിൻ്റെ ഫങ്ഷനാണ്. ശരീരത്തിലെ മെയിൻ ഓർഗൻസിൽപ്പെട്ട ഒരു ഓർഗനാണ് ലങ്സ്. അതായത് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ലങ്സാണ്. ഈ ലങ്സിൻ്റെ കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് നേരായ രീതിയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായി മാറും. ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഹ്യൂമൻ ബോഡിയിലെ ഓർഗൻസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓർഗൻസ് ഒക്കെ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് കൊണ്ടായിരിക്കൂലേ? അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാ സെല്ല് എന്ന് പറയാൻ പറ്റുക? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം നമ്മളുടെ വീടൊക്കെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതായത് നമ്മളെ വീടൊക്കെ എന്താ, ബ്രിക്സ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീട് എന്ന് വെച്ചാൽ കുറേ ബ്രിക്സ് ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ചേർന്നിട്ടാണെന്ത് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ടെക്നിക്കലായി നമുക്ക് ഈ ഒരു കാര്യത്തെ ഇങ്ങനെ പറയാം: സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞൂടെ? അപ്പോൾ മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? സെൽസ് കൊണ്ടാണ്. ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നോക്ക്, ഇതെന്താണ്? ബ്ലഡ് സെൽസാണ്. റെഡ് ബ്ലഡ് സെൽസാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ സെൽസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? മസിൽ സെൽസ്, അതുപോലെ തന്നെ വേറെ ഏതാണ്? നെർവ് സെൽസ്. ഇങ്ങനെ ഒരുപാട് സെൽസ് അടങ്ങിയതാണ് നമ്മുടെ മനുഷ്യ ശരീരം. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്താണ്, ഇത്തരത്തിൽ ഒരുപാട് സെൽസ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കും, ഈ നമ്മളെ ബോഡിയൊക്കെ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അപ്പോൾ കുറേ സെൽസ് ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിന് എന്താണ് നിങ്ങൾ പറയുക എന്ന് ചിന്തിക്കുന്നില്ലേ? അതായത് ടിഷ്യൂസ് എന്ന് പറയാം. ഒരേപോലത്തെ സെല്ലുകൾ കൂടിച്ചേർന്നാൽ എന്താവും? ടിഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴാണ് ഇത് ഓർഗനായിട്ട് മാറുന്നത്? അതുപോലെ എന്തൊക്കെ ടിഷ്യൂസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നില്ലേ? അതായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മസിൽസാണ് ഉള്ളത്, ഏതൊക്കെ ടിഷ്യൂസാണ് ഉള്ളത്? ബ്ലഡ് ടിഷ്യൂ, മസില്, അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട് നമ്മൾ. അതുപോലെ ഈ ടിഷ്യൂസൊക്കെ ചേർന്നാൽ എന്താ ഉണ്ടാവുക? ഓർഗൻസ് ഉണ്ടാവും. അതായത് ടിഷ്യൂസ് എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഓർഗൻസ് ഉണ്ടാവും. ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട്, സ്റ്റൊമക്ക്, ബ്രെയിന്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ. അത് ഈ ഓർഗൻസ് എല്ലാം ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് മാറും. അതെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഫങ്ഷനായിട്ട് പെർഫോം ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതായത് നമുക്കിപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മളൊരു ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് കഴിക്കുന്ന സമയത്തിൽ ഏതൊക്കെ ഓർഗൻസ് ഇൻവോൾവ് ആകുന്നുണ്ട്? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കുറേ ഓർഗൻസ് ചേർന്നിട്ടല്ലേ? അപ്പോൾ ഇത് ഓർഗൻസിന് എക്സാമ്പിളാണ് ഇവിടെ ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്ക്, ഈ ഓർഗൻസ് ഒക്കെ ചേർന്നതാണെന്ത്? നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പം കുറേ ഓർഗൻസ് ചേർന്നിട്ട് ഒരു സിസ്റ്റം ഫോം ചെയ്യും. ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കിഡ്നി സിസ്റ്റം,
അങ്ങനെ ഒരുപാട് സിസ്റ്റം ഇല്ലേ, അതൊക്കെ എങ്ങനെയാണ് ഓർഗൻസ് ചേർന്നിട്ടാണ് ഇത്തരത്തിൽ സിസ്റ്റംസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സെല്ലാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെല്ല് എന്ന് പറയുന്നത് എന്താ, സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബോഡീൻ്റെത്. അതുപോലെ തന്നെ എന്താണ്, അത് ഗ്രൂപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ടിഷ്യൂസ്. ടിഷ്യൂസിന് എക്സാമ്പിൾ എന്താണ്, ബ്ലഡ്, മസിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ടിഷ്യൂസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണെന്ത്, ഓർഗൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഓർഗൻസ് ഒക്കെ ചേർന്നിട്ടാണ് സിസ്റ്റം ഉണ്ടാകുന്നത്. സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്താണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ എന്താണ്, മില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, എത്ര കൈൻഡ് ഓഫ് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്? 200 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് നമ്മളെ ബോഡിയിലുണ്ട്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, നെർവ് സെല്ല്, മസിൽ സെല്ല്, ബ്ലഡ് സെല്ല്, ബോൺ സെല്ല്, ഇങ്ങനത്തെ ഒരുപാട് സെൽസ് ഉണ്ട്. നോക്ക്, ഈ നമ്മളെ ഈ ബോഡിയിൽ നോക്ക് എന്തൊക്കെ സെൽസ് ആണുള്ളത്. ബോൺ സെൽസ്, ബ്രെയിൻസ്, അതായത് ഈ ബ്രെയിനിലാണ് നെർവ് സെൽസ് ഉണ്ടാവുക. ബോൺ സെൽസ് എവിടെയാണ്, ബോണിലാണ് ഉണ്ടാവുക. അതുപോലെ മസിൽ സെൽസ് എവിടെയാണ് ഉണ്ടാവുക, മസിൽസിലാണ് ഉണ്ടാവുക. അതുപോലെ നമ്മളെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഭാഗത്താണെന്ത്, ബ്ലഡ് സെൽസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സെൽസ് ഞാനിവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണിച്ചത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണെന്ത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് എന്താണ്, ഒരു സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടാവും. ഇപ്പം എക്സാമ്പിൾ ഒരു നെർവസ് ടിഷ്യൂ ആണെങ്കിൽ ബ്രെയിനിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ഒരു ടിഷ്യൂ ആണ്. ഈ മസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മളെ മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മസ്കുലർ ടിഷ്യൂ ആണ്. അതായത് നമ്മൾ വേരിയസ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ ചെയ്യാൻ ഈ ടിഷ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ടിഷ്യൂസ് ഏതൊക്കെയാണ്, ആനിമൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ ആണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. 3D വ്യൂ നോക്ക്. ഈ ഒരു സർക്കിളിൽ കാണുന്നതാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത്, ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഈ ഒരു 3D വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എങ്ങനെയാണ് ടിഷ്യൂസ് ഉണ്ടാകുന്ന കാര്യം. സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. അതായത് ഫാദറിൻ്റെ സ്പേം സെൽസും അതുപോലെ തന്നെ മദറിൻ്റെ എഗ് സെൽസും ചേർന്നിട്ട് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. എന്താണ്, ഈ എഗ് സെൽസിൽ എന്താണ്, വാരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്, ജീൻസ്, പ്രോട്ടീൻസ്, അങ്ങനെ. അതുപോലെ തന്നെ ഈ സ്പേം സെൽസിലും എന്താണ്, ഫാദറിൻ്റെ വാരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്, ജീൻസും പ്രോട്ടീൻസും ഒക്കെ. അപ്പോൾ അത് ചേർന്നിട്ടാണ് എന്ത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് എന്താണ്, ഡിഫറെൻറ്റ് സെൽ ഡിവിഷനിലേക്ക് പോകും. ആ സെൽ ഡിവിഷനിലൂടെ ബ്ലാസ്റ്റോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലെത്തും. ഈ ബ്ലാസ്റ്റോസൈറ്റ് പിന്നീട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എന്താവും, എംബ്രിയോ ആയിട്ട് മാറും. പിന്നീട് ഈ എംബ്രിയോ ഫീറ്റസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, 2 സെൽസ് ചേർന്നിട്ട് വേറൊരു സെല്ല് ഉണ്ടാകുന്നു, ഒരു സിംഗിൾ സെല്ല്. ആ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസൈറ്റ് ആയിട്ട് മാറുന്നു, ബ്ലാസ്റ്റോസൈറ്റ് എംബ്രിയോ ആയിട്ട് മാറുന്നു, എംബ്രിയോ ഫീറ്റസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ഫീറ്റസ്. ദ സിംഗിൾ സെൽ കോൾഡ്, ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. ആ സൈഗോട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം. അത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഫീറ്റസ് ആയിട്ട് മാറുക ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതിക്കോ, ദ സിംഗിൾ സെൽഡ് സൈഗോട്ട് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് sperm and ovum continuously divide and the fetus is formed. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻസിയേഷൻ. ഫീറ്റൽ സെൽസ് ഗ്രാജ്വലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ. അതായത് ഫീറ്റൽ സെൽസ് ഗ്രാജ്വലി അതിൻ്റെ സ്ട്രക്ചറിലെല്ലാം ചേഞ്ച് വരും. അതുപോലെ തന്നെ ഫങ്ഷൻസ് സെൽ ഡിഫറൻസിയേഷനിലൂടെ. സെൽ ഡിഫറൻസിയേഷൻ എന്താണെന്ന് നമ്മളിപ്പം പഠിച്ചു. അപ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഫോംഡ്. അവിടെ എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസും ടിഷ്യൂസും ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ലൈഫ് പ്രോസസ്സ് എഫക്റ്റീവ്, നമ്മുടെ ലൈഫ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും അതേ രൂപമല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ സ്ട്രക്ചറിലും ഫങ്ഷനിലും, അതായത്
നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങളുടെ സ്ട്രക്ചറിലും ഫങ്ഷനിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അത് ഈ സെൽ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നിങ്ങളുടെ സ്ട്രക്ചറിലും ഫങ്ഷൻസും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അതാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ എല്ലാ സെൽസും ഒരു സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്നാണ് ഉണ്ടാകുന്നത്. ആ ഒരു സെൽസാണ് എന്ത് സ്റ്റെം സെല്ല് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റെം സെല്ലിൽ നിന്നാണ് ലിവർ സെല്ല്, അതുപോലെ തന്നെ എന്താണ് നെർവ് സെല്ല്, റെഡ് ബ്ലഡ് സെല്ല്, കാർഡിയാക് സെല്ല്, ഇൻഡസ്റ്റൈൻ സെല്ല്, മസിൽ സെല്ല്, ഇങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാം, സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ആ സെല്ലിന് ഒരു വേറെ സെല്ലാക്കി മാറാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ ലിവർ സെല്ല്, കാർഡിയാക് സെല്ല്, അതായത് നമുക്ക് നമ്മളെ ബോഡിയിൽ വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു സ്റ്റെം സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്റ്റെം സെല്ല് നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റും, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റെം സെല്ല് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ്. അത് ഡിവൈഡ് ചെയ്തിട്ട് വേറെ സെൽസാക്കി മാറാൻ പറ്റും. ഈ ഒരു സ്റ്റെം സെല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസസ്, ഇതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ള പുതിയൊരു പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിലുള്ളതാണ് കൊറോണ വൈറസ്. ഈ കൊറോണ വൈറസൊക്കെ ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള ന്യൂസസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇപ്പം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിലൊക്കെ ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസസ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് അത് എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ന്യൂസൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഒരാൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ വയറിൽ എന്തുണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോയിൽ സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാൻ പറ്റും. എംബ്രിയോൻ്റെ സ്റ്റെം സെൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എംബ്രിയോ വലിയ ആളായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതായത് എംബ്രിയോ മാറി ഫീറ്റസ് ആയി ഇപ്പോൾ വുമണോ മേനോ അങ്ങനെ ആരെങ്കിലും ആയി മാറുമല്ലോ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഈ ഒരാൾക്ക് ലിവറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കളക്ട് ചെയ്ത് വെച്ച സ്റ്റെം സെല്ലില്ല, അതായത് ലിവർ സ്റ്റെം സെൽസ് നമുക്ക് ലബോറട്ടറിയിൽ പുനർനിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ലിവറാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുതുതായിട്ട് ഇപ്പം ഏതെങ്കിലും ലിവർ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ മാച്ചിങ് ഉണ്ടാവില്ല, മിസ്മാച്ച് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം തന്നെ സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വേഗം, അതായത് നമ്മൾ ലിവർ സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് ലബോറട്ടറിയിൽ നിന്ന് ലിവർ റീജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെം സെൽസിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർ ടു അതർ സെൽസ്. എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ് സ്റ്റെം സെൽസിനുള്ളത് വേറെ സെൽസുമായിട്ട് കമ്പയർ ചെയ്യും. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ടു എനി കൈൻഡ് ഓഫ് സെൽസ്. അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏതൊരു ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറാൻ പറ്റും. ദേ ക്യാൻ എയ്തർ ട്രാൻസ്ഫോം ടു അതർ സെൽസ് ഓർ റീറ്റെയിൻ ദർ എക്സിസ്റ്റൻസ്. നമുക്ക് ആ സെല്ലിന് വേറെ സെല്ലായിട്ടൊക്കെ മാറാൻ പറ്റും. നമ്മുടെ ടിഷ്യൂസൊക്കെ ഡിസ്ട്രോയ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം സെൽസിലൂടെ ന്യൂ സെൽസ് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ലിവറിൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ ലിവറിൽ എന്തായിരുന്നു, ലിവറിന് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ആ ലിവർ സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് ലിവർ ഉണ്ടാക്കി. അതുപോലത്തെ പ്രോസസ്സ് നമുക്ക് ഈ സ്റ്റെം സെൽസിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ ടിഷ്യൂസ് കോമ്പൻസേറ്റഡ്. എങ്ങനെയാണ് നമ്മൾ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ, അതായത് ടിഷ്യൂവിലുള്ള സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ടിഷ്യൂവിലുള്ള സെൽസ് ഡിസ്ട്രോയ് ആകുന്ന സമയത്ത് ന്യൂ സെൽസ് നമുക്ക്
ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ബോൺ മാരോ, സ്കിന്ന്, ഡൈജസ്റ്റീവ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ സെൽസ് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും. വൈ ഈസ് ദ സ്റ്റെം സെൽസ് റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്? എന്തിനാണ് സ്റ്റെം സെൽസിൻ്റെ റിസർച്ചിന് ഇമ്പോർട്ടൻസ്? നൗ എ ഡേയ്സ് ഡിസൈർഡ് സെൽസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിസൈർഡ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സ്റ്റെം സെൽസ് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. റിസർച്ച് ലബോറട്ടറി സ്റ്റെം സെൽസ് ക്യാൻ കോസ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ. അതായത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ, ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ് ഇതുപോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഈ സ്റ്റെം സെൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ബ്ലഡ് ക്യാൻസർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻസർ വന്നതെന്ന് വെച്ചോ, അപ്പോൾ ആ ക്യാൻസർ വന്ന ആ പാർട്ടിനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഈ സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട്. അതായത് സ്റ്റെം സെൽസിന് നമ്മൾ ഈ ഒരു സാഹചര്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു സെൽ എന്താണെന്ന് പഠിച്ചു, ടിഷ്യൂ എന്താണെന്ന് പഠിച്ചു, ഇപ്പോൾ സ്റ്റെം സെൽസിനെ പറ്റി പഠിച്ചു. അപ്പം എങ്ങനെയാണ് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്, ഒരു ഫീറ്റസ് ഫോം ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു നമ്മൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടിഷ്യൂസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ആനിമൽ ടിഷ്യൂവും പ്ലാന്റ് ടിഷ്യൂ. അപ്പോൾ ആനിമൽ ടിഷ്യൂവിനെ നമുക്ക് 4 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അപ്പം ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയാണ് നിങ്ങൾ കാണുക? അപ്പോൾ നിങ്ങൾ കണ്ണാടീൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ രൂപം നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇതെന്താണ്? നമ്മളെ ഈ സ്കിന്നും ഇതൊക്കെ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ മസിൽ ടിഷ്യൂ എന്താണ്? മസിൽ ടിഷ്യൂ എന്താണ്? അതായത് മസിൽ ടിഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മൂവ്മെൻറ്റിനും ലോക്കോമോഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മസിൽ ടിഷ്യൂ ആണ്. അതുപോലെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് ചെയ്യാൻ, അതായത് ടിഷ്യൂസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്റ്റീവ് ടിഷ്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പം നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്? അതായത് നമ്മുടെ സ്കിന്ന് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എന്താണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ, പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ, ഈ 3 ഫങ്ഷനാണ് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിനുള്ളത്. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇതിലെന്താണുള്ളത്? ഇത് നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ ആവരണം ചെയ്യുന്നുണ്ട്. അതായത് ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ക്. ഇതിലുള്ള സെൽസൊക്കെ എന്താണ്? ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ളത്. ഇവിടെ ഇന്നർ സെല്ലുലാർ സ്പേസസ് ഒന്നുമില്ല. ഇത് ബേസ്മെൻറ്റ് മെമ്മറിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെ എന്ത് കാര്യം നമുക്ക് പറയാൻ പറ്റാം? നമ്മുടെ സ്കിന്ന് ഇപ്പം അമിതമായിട്ടുള്ള ചൂട്, തണുപ്പ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഈ സ്കിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. മെയിനായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷനാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ. നെർവസ് ടിഷ്യൂ എന്താണ്? നമ്മൾ ബ്രെയിൻസിൽ മെസ്സേജസ് നൽകുന്നത് എന്താണ്? നെർവ് സെൽസ് ആണ്. ഈ നെർവ് സെൽസ് കൂടിയിട്ടുള്ളതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന്, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് എന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തായിട്ട് മാറ്റങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല. ആ ഒരു പ്രതികരണ ശേഷി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു റിഫ്ലക്ഷൻ ആക്ഷൻ. അതായത് ഇപ്പം നിങ്ങൾക്കൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു തീൻ്റെ അടുത്ത് പോയിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ കൈ വലിക്കുന്നുണ്ട്. അത് ഈ നെർവ് സെൽസിൻ്റെ ഒരു ഫങ്ഷൻ. ആ നെർവ് സെൽസൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇതാണെന്ത്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്.
ഇതെന്താണ്? ഇതൊരു നെർവ് സെല്ലിൻ്റെ പിക്ചറാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ നെർവസ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ ഈ റിഫ്ലക്സ് ആക്ഷനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് എന്താണ് പ്രവർത്തിക്കുന്നത്? ഈ നെർവസ് ടിഷ്യൂ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു തീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൈവലിക്കണമെന്നോ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേഗം അത് ഒരു കാര്യത്തിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം എന്താ? ഈ നെർവസ് ടിഷ്യൂ ആണ്. മസ്കുലർ ടിഷ്യൂസ്. എന്താണ് ഈ മസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്? അതായത് മസിൽ സെൽസെല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള സെല്ലാണ് എന്ത്? മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു പിക്ചർ നോക്ക്, ഇതാണ് മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ മസ്കുലർ ടിഷ്യൂ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മസ്കുലർ ടിഷ്യൂ? നമ്മൾ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്? ഈ മസ്കുലർ ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മൂവ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഓർഗൻസ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഈ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യും? സ്റ്റോപ്പായി പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ മരണം വരെ സംഭവിക്കും. ഇപ്പം ലങ്സ് കോൺട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ എന്നാ സംഭവിക്കുക? നമ്മളെ ലൈഫ് തന്നെ പോവും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? ഈ മസ്കുലർ ടിഷ്യൂ ആണ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്ലാന്റ് എടുത്ത് നോക്ക്, ഒരു ഹ്യൂമൻ ബീയിങ് എടുത്ത് നോക്ക്, രണ്ടിനും മൂവ്മെൻ്റ് ഇല്ലേ? പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മളും മൂവ് ആകുന്നുണ്ട്. പക്ഷേ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുക എന്നല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമുക്കങ്ങനെയല്ല, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്? ലോക്കോമോഷൻ. ഒരു പ്ലാന്റിന് എന്താണ്? മൂവ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. ആനിമലിനോ മൂവ്മെൻറ്റും ലോക്കോമോഷനും നടക്കും. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകുന്നുണ്ട് ബോഡിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടും ഡിഫെൻസും ഒക്കെയാണ്. ദ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ ട്രാൻസ്പോർട്ടും ഡിഫെൻസുമാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മെയിൻ ഫങ്ഷൻസ്. അതുപോലെ തന്നെ ബോണിനും കാർട്ടിലേജിനൊക്കെ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഒക്കെ തരുന്നുണ്ട്. ഒരു ഡെഫിനിറ്റ് ഷേപ്പും തരുന്നുണ്ട്. ഫൈബ്രസസ് ടിഷ്യൂവിനൊക്കെ കണക്ട് അതർ ടിഷ്യൂസ്. ഫൈബ്രസസ് ടിഷ്യൂ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും വേറെ ടിഷ്യൂസിനെയൊക്കെ. അതുപോലെ ബ്ലഡ് ക്യാരി ഔട്ട് ചെയ്യും ദ കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്ക് ബോഡി റെസിസ്റ്റീവ് ഡിസീസസ്. അതായത് എന്താണ്? രോഗപ്രതിരോധം ഒക്കെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂയിലൂടെ നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.